പലർക്കും ഇവിടെ അബദ്ധം പറ്റിക്കിട്ടുണ്ടെന്ന് പറയണ കല്യാണം കഴിച്ച്, അതുകൊണ്ടാണല്ലോ ബാച്ചലർ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നോക്കണം. അല്ലേ, ആ ചിരി കണ്ടാൽ തന്നെ അറിയാം പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം വേണമെങ്കിൽ കല്യാണം കഴിക്കരുത്. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്നാണ് പ്രമാണം. ശരിയല്ലേ ഏട്ടാ? ആ അതെ, സ്വാമി വിവേകാനന്ദൻ കല്യാണം കഴിച്ചിട്ടുണ്ടാ? യേശു ക്രിസ്തു കല്യാണം കഴിച്ചിട്ടുണ്ടാ? APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടാ? പുള്ളി എന്നിട്ടും മിസൈൽ വിടണില്ലേ? നമ്മുടെ പ്രധാനമന്ത്രി കല്യാണം കഴിച്ചിട്ടുണ്ടാ? എന്നിട്ട് അദ്ദേഹം നന്നായിട്ട് ഭരിക്കണില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഉന്നതികളിൽ എത്തണമെങ്കിൽ എന്നും ക്രോണിക്കായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പോകും. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഉന്നതികളിൽ എത്തണമെങ്കിൽ കല്യാണം കഴിക്കരുത്. ഞാൻ പോലും കല്യാണം കഴിച്ചിട്ടില്ലല്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ജന്മം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത് ചേട്ടാ. നമ്മളൊക്കെ ഒറ്റ കെട്ടാണ് കേട്ടാ, ധൈര്യമായിട്ടിരുന്നോ. അപ്പം ഇനി ലോകത്തിൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നിലേ മരണം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോ കല്യാണം കഴിച്ചിട്ട് മഹാന്മാരൊന്നും ഉണ്ടായിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കല്യാണം കഴിച്ചിട്ട് മഹാന്മാരൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി അല്ലോ ആലോചിക്കണം. തോമസ് ആൽവ എഡിസണിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടാവും, ഇന്നലത്തെ പത്രം വായിച്ചാവോ? ലോകത്തിന് തന്നെ വെളിച്ചം തന്ന ഒരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. ബൾബ് കണ്ടുപിടിച്ചേ പുള്ളിക്കാരനെ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കും, ഭാര്യ കിടന്ന് ഉറങ്ങിയാണ്. ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ അർദ്ധരാത്രി ആയപ്പോൾ പുള്ളി ബൾബാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ വൈഫിനെ വിളിച്ചു പറഞ്ഞു, എടി ഞാൻ ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ, അങ്ങനെ പോയിക്കാണെന്ന് ഉറങ്ങുക മാങ്ങാത്തോലും അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രേ ഉള്ളൂ, നമ്മൾ അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം പങ്കുവയ്ക്കണമെങ്കിൽ ഈ ജാതി സാധനങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് ക്രോണിക് ബാച്ചിലറായിട്ട് നിൽക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം കല്യാണം കഴിക്കല്ലേ? ഈ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കാണ്. ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ചേട്ടൻ്റെ അച്ഛനും ഇവിടെ ഇരിക്കുന്ന ഗോവിന്ദ ചേട്ടൻ്റെ അച്ഛനും ഒക്കെ കൂടി കല്യാണം കഴിക്കാതെ മഹാന്മാരാകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവരാരും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞു കല്യാണം കഴിക്കാതെ മഹാന്മാരായി. നമ്മുടെ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മിസൈലും കൂടെ ഉറപ്പായിട്ട് വായിച്ചേനെ. നമ്മുടെ വിനയേന്ദ്ര സാറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 10 കവിതയും കൂടെ എന്തായാലും എഴുതിയിരുന്നു. അതുപോലെ ഈ ചേട്ടൻ പറഞ്ഞ മഹാന്മാരെ ലിസ്റ്റ്, അതുപോലെ കല്യാണം കഴിക്കാതെ മഹതികളായ ലിസ്റ്റ് ഞങ്ങൾക്ക് പറയാനുണ്ട്. മദർ തെരേസ, മേധാ പട്കർ, OV ഉഷ, ഇവരാരും കെട്ടിയിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരാൾ മഹാനോ മഹതിയോ ആകുന്നത് കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമല്ല, കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരാൾ മഹാനോ മഹതിയോ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ മഹാനോ മഹതിയോ ആയിത്തീരും. ചിലപ്പോൾ അതിന് കാലതാമസം വന്നേക്കാം. അല്ലാതെ കല്യാണം കഴിച്ചത് കൊണ്ട് ഉള്ള മഹത്വം ഒഴുകി പോകുന്നോ, കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഇല്ലാത്ത മഹത്വം വരുമെന്നോ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല.